ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ട്രാൻസ്ലേഷൻ ജോബ് ചെയ്തിട്ട് വേർഡ് ബൈ വേർഡ് ബേസിസിൽ ഏൺ ചെയ്യാൻ പറ്റിയുള്ള ഒരു അടിപൊളി പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ലാംഗ്വേജ് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പൈസ ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ₹5 അറൌണ്ട് ₹6 ഒക്കെ കിട്ടും നിങ്ങൾക്ക് ഒരു വേർഡ് റൈറ്റ് ചെയ്യുന്നതിലൂടെ തന്നെ. ഓക്കെ, അതായത് ഒരു ലാംഗ്വേജിലുള്ള വേർഡ് നമ്മൾ അടുത്ത ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്ത് തന്നെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയറാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇപ്പം AI ഒക്കെ ഉള്ള കാലത്ത് ഇത്തരത്തിലുള്ള കാര്യത്തിന് പ്രസക്തി ഉണ്ട്, ഒരുപാട് കമന്റിലൊക്കെ ചോദിക്കാറുണ്ട്. ബട്ട് ഇന്ന് ബിസിനസ്സുകൾക്ക് ആവശ്യം എന്ന് പറയുന്നത് ഹ്യൂമൻ ഓട്ടോമേഷൻ, ഒരിക്കലും AI ഓട്ടോമേഷൻ അല്ല. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മളിപ്പോ ഒരു റീജിയനിലുള്ള ഒരു ലാംഗ്വേജ് നമ്മൾ കൺവേർട്ട് ചെയ്ത് അടുത്തൊരു ലാംഗ്വേജ് ആക്കുമ്പോഴോ, അതായത് AI ഉപയോഗിച്ച് ആക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടാവും, ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഉണ്ടാവും. പിന്നെ നമ്മൾ ആ ഒരു എക്സ്പ്രസീവ് ആയിട്ടായിരിക്കും ആ ഒരു കണ്ടന്റ് വരാൻ പോകുന്നത്. പക്ഷെ ബിസിനസ്സുകൾക്ക് ആവശ്യം എന്താ? കൂടുതൽ എക്സ്പ്രസീവ് ആയിട്ട് ആ ഒരു കണ്ടന്റ് എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്ത് അടുത്ത, അതായത് അവർ ചോദിക്കുന്നത് എന്തെങ്കിലും പരസ്യത്തിനോ അഡ്വർടൈസ്മെന്റിനോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് റിവ്യൂക്കോ കാര്യങ്ങളിലേക്കൊക്കെ ആയിരിക്കും. അപ്പം അത് AI കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്താ എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആയിരിക്കില്ല കിട്ടും. ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും. പിന്നെ അവർ ഉദ്ദേശിച്ച കാര്യം ഒന്നും ആയിരിക്കില്ല, ചിലപ്പോൾ നെഗറ്റീവ് ഇമ്പാക്ട് വരെ അവരുടെ പ്രൊഡക്റ്റിന് വന്നേക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഹ്യൂമൻ ഓട്ടോമേഷൻ വഴിയാണുള്ള ട്രാൻസ്ലേഷനാണ് ബിസിനസ്സുകൾക്ക് ആവശ്യം. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ജോബും കാര്യങ്ങളൊക്കെ പ്രസക്തിയുള്ളത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എന്ന് പരിചയപ്പെടുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ലാംഗ്വേജ് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പൈസ ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഗെങ്കോ എന്നാണ് പ്ലാറ്റ്ഫോമിന്റെ പേര്. അപ്പൊ അതിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. മെയിൻ ആയിട്ട് ഇതിൽ വരുന്ന ജോബ് എന്താ വെച്ചാൽ, നമുക്ക് ഓരോ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ, അതായത് സപ്പോസ് നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ തന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം, ആ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് നിങ്ങളൊരു ഐഡിയ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് AI ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിലുള്ള കറക്ഷൻസ് എന്താണോ ആ കറക്ഷൻ വരുത്തണം. പിന്നെ എന്തൊക്കെയാണ് എക്സ്പ്രസീവ് ആയിട്ടുള്ള കണ്ടന്റ് അത് നിങ്ങൾ ആഡ് ഓൺ ചെയ്യണം. അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇപ്പം അതല്ലാതെ ഇപ്പം പ്രൈവസി പോളിസീസ് കാര്യങ്ങളൊക്കെ ഓരോ ആപ്പ് ആണെങ്കിലും വെബ്സൈറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് കാണാറുണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കണ്ടന്റ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്ത് അത് ലാംഗ്വേജിലേക്ക് മാറ്റണം. ഒരുപാട് ലാംഗ്വേജസ് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ലാംഗ്വേജസിൽ വർക്ക് ചെയ്യാനും പറ്റും. ഓരോ ലാംഗ്വേജസ് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ അതിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എന്താണ് ആ ഒരു വെബ്സൈറ്റ്, എത്തരത്തിലാണ് നമുക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, എന്താണ് നമ്മളെ റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളൊക്കെ വരുന്നത്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്, കാരണം ഇതുപോലുള്ള ഏണിംഗ് പ്ലാറ്റ്ഫോംസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പൊ ഗൈസ്, ഗെങ്കോ എന്നാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര്. വെബ്സൈറ്റ് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ഗെങ്കോ എന്ന് അടിച്ചാൽ മതി, നിങ്ങൾക്ക് കിട്ടുന്ന ആദ്യത്തെ വെബ്സൈറ്റ് തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തേക്ക് നിങ്ങൾക്ക് അതിന് ഡയറക്റ്റ് എൻ്റർ ആവാവുന്നതാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇന്റർഫേസ് കാര്യങ്ങളൊക്കെയാണ് വരിക. ഓക്കെ, അപ്പം ഇന്റർനാഷണലി ഉള്ള ഒരു കമ്പനിയാണ്, നിങ്ങൾക്ക് നല്ല രീതിക്ക് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ അതുകൊണ്ട് കിട്ടുന്നതാണ്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ പ്രൊഫഷണൽ ട്രാൻസ്ലേഷൻ വിത്തിൻ ഹവേഴ്സ്. ഓക്കെ, അപ്പൊ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിന്റെ ഇപ്പോഴത്തെ ഇന്റർഫേസ് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് കസ്റ്റമേഴ്സിനും പിന്നെ അത് സർവീസസ് ആഗ്രഹിച്ചു വരുന്ന കമ്പനിക്ക് വേണ്ടിയുള്ള കേട്ടോ. ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എത്ര വേർഡ്സ് ട്രാൻസ്ലേറ്റഡ് ആണ്, എത്ര കസ്റ്റമേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അവരുടെ പാർട്ട്നേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പം അതൊക്കെ നിങ്ങൾ നോക്കി നോക്കുക. അപ്പൊ അതിൻ്റെയൊക്കെ ട്രസ്റ്റ് വർത്തി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിലാവുന്നതാണ്. അപ്പൊ ഗൈസ്, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്ക് വേണ്ടിയുള്ള കേട്ടോ. അതായത് ഓരോ കമ്പനീസ് ഇതിലേക്ക് അവരുടെ സർവീസ് അന്വേഷിച്ച് വരുമല്ലോ. ഓക്കെ, അപ്പൊ നമ്മളിതിൽ വർക്കേഴ്സ് ആയിട്ടാണ് ഇതിൽ നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രൊഫഷണൽ ട്രാൻസ്ലേഷൻ സർവീസ് ഫോർ യുവർ ഇൻഡസ്ട്രി. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യത്തിലാണ്, അതായത് ഒരുപാട് ടോപ്പിക്സ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. എന്ത് ചെയ്യാൻ വേണ്ടി, ട്രാൻസ്ലേഷൻ ചെയ്യാൻ വേണ്ടി. ഇവിടെ നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇ കൊമേഴ്സിലാണെങ്കിൽ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ, യൂസർ റിവ്യൂസ്, സ്റ്റാറ്റിക് വെബ്സൈറ്റ് കോപ്പി. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, കസ്റ്റമർ സപ്പോർട്ട്. ഓക്കെ, അപ്പം യൂസർ റിവ്യൂസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതർ ലാംഗ്വേജിലേക്കൊക്കെ മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പൊ എംപവറിംഗ് അവർ കസ്റ്റമേഴ്സ്. പിന്നെ നമ്മൾ താഴെ കഴിഞ്ഞാൽ ട്രാവൽ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ട്രാവൽ ലിസ്റ്റിംഗ്സ്, യൂസർ റിവ്യൂസ്, ലൊക്കേഷൻ ഗൈഡ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ മീഡിയാസ്, അങ്ങനെ ഒരുപാട് ടോപ്പിക്സ് അവൈലബിൾ ആട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ലീഗലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാതിരി ടേംസ് ആൻഡ് കണ്ടീഷൻസ്, കോൺട്രാക്ട്സ്, സർവീസ് അഗ്രിമെന്റ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല രീതിക്ക് പേയ്മെന്റ് കിട്ടുന്ന കാര്യമാണ് ഈ ലീഗൽ മെത്തേഡിലൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കുക. പിന്നെ ഫ്രിക്ഷൻ ഫ്രീ ഓർഡറിങ്, 3 ഈസി വേസ് ടു ഓർഡർ ട്രാൻസ്ലേഷൻ. ഓക്കെ, അപ്പം ഇതൊക്കെ പറഞ്ഞ കമ്പനിക്ക് വേണ്ടിയുള്ളതാണ്. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേർഡ് ബേസിസിൽ എത്ര കിട്ടും എന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയ ഒരു ഐഡിയ കാര്യങ്ങളൊക്കെ കിട്ടും.
ഇനി നമുക്ക് നമ്മുടെ അപ്ലിക്കേഷൻ പ്രൊസീജിയറിലേക്ക് വരാം. നിങ്ങളിവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി എന്നുള്ളതിൽ നിങ്ങൾക്ക് ബിക്കം എ ട്രാൻസ്ലേറ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റുമോ, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു ട്രാൻസ്ലേഷൻ ചെയ്യേണ്ട ഒരു പേജിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ വൈ ട്രാൻസ്ലേറ്റ് വിത്ത് അസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലെക്സിബിൾ ഷെഡ്യൂളാണ്, അതായത് ഗ്ലോബൽ പ്ലാറ്റ്ഫോമാണ്, 24/7 ആക്റ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ടൈമിൽ ഇതിൽ വർക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ പിക്ക് ആൻഡ് ചൂസ് വിത്ത് തൗസൻഡ്സ് ഓഫ് പ്രൊജക്റ്റ് അവൈലബിൾ, അതായത് തൗസൻഡ്സ് ഓഫ് പ്രൊജക്റ്റ് അവൈലബിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതൊന്ന് ചൂസ് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളെ ഇൻട്രസ്റ്റിന് എല്ലാ കാര്യങ്ങളും അവർ വിട്ടു തന്നിട്ടുണ്ട്. പിന്നെ സപ്പോർട്ടീവ് കമ്മ്യൂണിറ്റിയാണ്, ഗെറ്റ് ഫീഡ്ബാക്ക് ഫ്രം പ്രൊഫഷണൽ, കണക്ട് വിത്ത് അതർ ലാംഗ്വേജ് ലവേഴ്സ്, ഗീവ് അഡ്വൈസ് ഓൺ ട്രാൻസ്ലേഷൻ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതൊരു കമ്മ്യൂണിറ്റി ബേസിസ് ആണ്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റുള്ള ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ട്രാൻസ്ലേറ്റർ ആയിട്ട് തന്നെ മാറാൻ കഴിയും. ഓക്കെ, ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ടെക്നോളജി കാര്യങ്ങളൊക്കെയാണ് അവർ കൊടുക്കുന്നത്. പിന്നെ ഹൗ മച്ച് ഡസ് എ ഗെങ്കോ ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ മന്ത്ലി $417. ഓക്കെ, അപ്പോൾ അത്രയും ഡോളേഴ്സാണ് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ലാക്സ് ഓഫ് റുപ്പീസ് നിന്ന് ഏൺ ചെയ്യുന്ന ആൾക്കാർ വരെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്രയോ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ റീജിയനനുസരിച്ച് നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള എമൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, പിന്നെ ലുക്ക് ടു ഹയർ ഫ്രീലാൻസർ, അതായത് നമ്മൾ ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യുന്ന. ഓക്കെ, അപ്പം സ്റ്റെപ്സ് ജോയിൻ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് സൈൻ അപ്പ് ആൻഡ് ഗെറ്റ് അപ്രൂവ്ഡ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, സൈൻ അപ്പ് ചെയ്യണം. പിന്നെ സിമ്പിളാണ്, ഒരു ഫ്രീ അക്കൗണ്ട് കാര്യങ്ങളൊക്കെയാണ്, അതായത് 0 ഇൻവെസ്റ്റ്മെൻറ്റിലാണ് നമുക്ക് ഇതിൽ ജോയിൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റുന്നത്. പിന്നെ സ്റ്റാർട്ട് ട്രാൻസ്ലേറ്റിംഗ്, അതായത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ ഫെമിലിയർസ് യുവർ സെൽഫ് വിത്ത് ദ സ്റ്റൈൽ ഗൈഡ് ആൻഡ് വർക്ക് ബെഞ്ച്. ഓക്കെ, അപ്പം അവർ നമുക്ക് എന്ത് ചെയ്യും, കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, പിന്നെ എന്താ, ഗെറ്റ് പെയ്ഡ് ഇൻവോയ്സ് ഇൻ തിങ്സ് പാസ്റ്റ്, ട്രാൻസ്ലേഷൻ പേയ്മെൻറ്റ് ആർ ഓട്ടോമാറ്റിക്കലി ആഡഡ് ടു യുവർ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എത്രത്തോളം ട്രാൻസ്ലേഷൻ ചെയ്ത് കൊടുക്കുമോ അത് ഓട്ടോമാറ്റിക്കലി ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് കാര്യങ്ങളൊക്കെ വരും. പിന്നെ പാസ് ആൻഡ് പ്രോ ക്വാളിഫിക്കേഷൻ ടെസ്റ്റ് അൺലോക്ക് ആക്സസ് ടു മോർ ചലഞ്ചിങ് പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് 2 ലെവലായിട്ടുണ്ട്. നിങ്ങൾ പ്രോ ലെവൽ എക്സാമിനേഷൻ കാര്യങ്ങളൊക്കെ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രത്തോളം നല്ല പേയ്മെൻറ്റ് കിട്ടുന്ന പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ അവർ ട്രാൻസ്ലേഷേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വായിച്ചു നോക്കാൻ പറ്റും. ഓക്കെ, നല്ല നല്ല ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഓക്കെ, സപ്പോർട്ടീവ് കണ്ടന്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ താഴെ നോക്കിക്കഴിഞ്ഞാൽ ബിക്കം എ ട്രാൻസ്ലേറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ഇവരെ ലാംഗ്വേജ് നിങ്ങൾക്ക് നോക്കാം. അറൗണ്ട് 37 ലാംഗ്വേജസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എത്രത്തോളം ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയാം അതൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ താഴെ നോക്കി കഴിഞ്ഞാൽ ബിക്കം എ ട്രാൻസ്ലേറ്റർ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇന്റർഫേസിലേക്ക് പോവുകയാണ്. സിമ്പിളാണ്, നമുക്ക് ഇവിടെ കൊടുക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബേസിക്സ് ആണ്. ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ ലാസ്റ്റ് നെയിം, ഫസ്റ്റ് നെയിം, അഡ്രസ് ലൈൻ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് ഇതെല്ലാം ചോദിക്കുക, നിങ്ങളോട് നിങ്ങളെ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് സൈൻ ഇൻ ചെയ്യാൻ പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് നിങ്ങൾ സൈൻ ഇൻ ചെയ്യണം. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഇമെയിലിലേക്ക് ഒരു ഇമെയിൽ വരും. അതായത് അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇമെയിലിൽ പോയിട്ട് വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്ത് നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പേജാണ് വരിക. പിന്നെ സിമ്പിളായിട്ട് നമ്മൾ എല്ലാത്തിനും ചെയ്യുന്ന മാതിരി പ്രൊസീജിയറാണ്. ജസ്റ്റ് നിങ്ങൾ ലാസ്റ്റ് നെയിം, ഫസ്റ്റ് നെയിം, അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുക, ടൈം സോൺ, ടാക്സേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ട് 2-3 ടെസ്റ്റ് കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. അതായത് നിങ്ങളോട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ച് സെൻറ്റൻസ് കാര്യങ്ങളൊക്കെ തരും. അത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയറിൽ നിങ്ങൾക്ക് അതൊക്കെ കഴിയുന്നതാണ്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിലേക്ക് എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അപ്പോൾ നല്ല നല്ല പ്രൊജക്റ്റൊക്കെ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ വർക്ക് ചെയ്യുക, നല്ല രീതിക്ക് ഏർണിങ്സ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഏർണിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് ട്രൈ ഓൺ ചെയ്ത് നോക്കുകയാണ്. അവർ പിന്നെ എഡ്യൂക്കേഷൻ ബാരിയറോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ 0 ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഗൈസ് ഇത്രയൊക്കെയാണ് ഈ ഒരു ഏർണിംഗ് ഓപ്പർച്യൂണിറ്റിയെ പറ്റി എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ ട്രാൻസ്ലേഷൻ ചെയ്യാൻ കഴിവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടാൻ ഇനി വരുന്നതാണ്. അപ്പോൾ അതായിരിക്കും ഇറ്റ്സ് മീ നവനീത് സൈനിങ് ഓഫ്.